ജുഡീഷ്യറിയിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളെ തുറന്നു കാണിക്കുന്നതായിരുന്നു മലയാളി കൂടിയായ ജസ്റ്റിസ് അതുൽ ശ്രീധരൻ്റെ ട്രാൻസ്ഫർ. ഭരണഘടനാപരമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുന്ന ന്യായാധിപൻ എന്ന് പേരുകേട്ട ജസ്റ്റിസ് അതുൽ തൻ്റെ മകൻ അഭിഭാഷക വൃത്തി ആരംഭിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിയ വ്യക്തിയാണ്. പിന്നീട് മധ്യപ്രദേശ് ഹൈക്കോടതിയിലേക്ക് എത്തിയ അദ്ദേഹത്തെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റുവാൻ സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിച്ചു. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യപ്രകാരം അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊളീജിയം തീരുമാനമെടുത്തു. പ്രമേയത്തിൽ തന്നെ പുനഃപരിശോധിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിക്ക് പകരം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുവാൻ നിർദ്ദേശിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരുപദ്രവകരമായ ഒരു ബ്യൂറോക്രാറ്റിക് നടപടിയാണ് ഇതെന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. ഇത് അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നത്. അലഹബാദിൽ അദ്ദേഹം സീനിയോറിറ്റി പ്രകാരം 7ാമനാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ 2ാമനായിരുന്നു. ഛത്തീസ്ഗഡിൽ 3ാമനും. ഛത്തീസ്ഗഡിൽ നിന്ന് അലഹബാദിലേക്ക് സ്ഥലം മാറ്റിയതോടെ അദ്ദേഹത്തിന് ഹൈക്കോടതി കൊളീജിയത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. പൗരാവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ചേർത്തു പിടിച്ചിരുന്ന ഒരു ന്യായാധിപന് ജുഡീഷ്യറിയിൽ ഭരണപരമായ സ്വാധീനം ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നടപടിയായി മാറി ഇത്.